സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ. പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണ രീതിയിൽ ഞായറാഴ്ചകളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഒരു ചെറിയ പാഠഭേദം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഡേവ് ഫിജിയുടെ ഫ്യൂണറൽ സർവീസ് ഞാൻ കണ്ടു. ശനിയാഴ്ച രാത്രിയിൽ, അമേരിക്കയിലെ ശനിയാഴ്ച ഉച്ചയോടൊക്കെ അടുത്ത് നടന്ന ആ ഫ്യൂണറൽ ഇവിടെ ഇന്ത്യയിൽ അത് അർദ്ധരാത്രിയോടുകൂടിയാണ് ആ ശുശ്രൂഷ നടന്നത്. ശരിക്കും ആ വീഡിയോ എന്നെ ഒത്തിരി പിടിച്ച് കുലുക്കിക്കളഞ്ഞു. പ്രത്യേകിച്ചും ഡേവ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ആ ശുശ്രൂഷയിൽ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും ഒക്കെ പറഞ്ഞ സാക്ഷ്യപ്പെടുത്തലുകൾ, അത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ തൊട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പാഠഭേദം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളോ ഓർമ്മക്കുറിപ്പുകളോ പാഠഭേദങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അതുപോലെ ലോകമറിഞ്ഞു നിന്നവരോ ഒക്കെ ആണെങ്കിലാണ് പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പോ പാഠഭേദമോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് സാധാരണ തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഒരു വാർത്ത നമ്മൾ ചെയ്തു. അതിനുശേഷം രണ്ടാമതൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുമല്ല, അങ്ങനെ ചിന്തിച്ചതുമല്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട ശേഷം അമേരിക്കയിൽ നിന്ന് തന്നെ ഡേവുമായി പരിചയമുള്ളവരോ ബന്ധുക്കളോ ചർച്ച് റിലേഷനുള്ളവരോ അങ്ങനെ 2-3 പേർ എനിക്ക് മെസ്സേജസ് ഇട്ടിരുന്നു. ഡേവിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഫ്യൂണറലിൻ്റെ ആ ഒരു വീഡിയോ ലിങ്കൊക്കെ എനിക്ക് ഇട്ട് തന്നിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ശവസംസ്കാര ശുശ്രൂഷ കാണുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ മകനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യപ്പെടുത്തലുകൾ, മാതാപിതാക്കളുടെ വാക്കുകൾ ശരിക്കും എന്നെ പിടിച്ച് കുലുക്കിക്കളഞ്ഞു. ഏതാണ്ട് 1:30-2 മണി വരെ ഞാൻ ആ ഫ്യൂണറൽ സർവീസ് കണ്ടു. ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് എനിക്ക് പോകേണ്ടതാണ്, നേരത്തെ ഉറങ്ങേണ്ടതാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല. അത്രയധികം ആ വാക്കുകൾ എന്നെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. വീഡിയോ എല്ലാം കണ്ട ശേഷം ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഏതാണ്ട് 1 മണിക്കൂറോളം എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. കാരണം ഡേവ് എന്ന ചെറുപ്പക്കാരനും ആ മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകളും ജസ്നി പറഞ്ഞ വാക്കുകളുമൊക്കെ ക്രിസ്തീയ വിശ്വാസത്തെ എത്രയധികം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. എനിക്കിങ്ങനെ പോലും തോന്നിപ്പോയി, എത്ര വലിയ വിശ്വാസ അടിത്തറയുള്ള ഒരു കുടുംബമാണ്, അത്ഭുതകരമായിരിക്കുന്നു. എങ്ങനെയാണ് ഇത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. സത്യം പറയാമല്ലോ, ഞാൻ എന്നെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുവാനിടയായി തുടർന്നു. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ നാം എന്തായിരിക്കാം സ്റ്റേജിൽ പറയുന്നത്? ഇത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, ആ മാതാപിതാക്കൾക്ക് ധൈര്യം കൊടുത്ത ദൈവത്തിൻ്റെ കൃപയോർത്ത്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോർത്ത് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ ചില വാക്കുകൾ, മാത്രമല്ല കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ ബോംബെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാനെടുത്തൊരു മെസ്സേജ്, അതിൽ പറഞ്ഞ ചില വാചകങ്ങൾ, അതെല്ലാം ഏകദേശം ഒരേ ആശയം പറയുന്നതായതുകൊണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ചില ചിന്തകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ, എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെയൊക്കെ
സംഭവിച്ചത്. ഞാൻ അതിൻ്റെ ഒരു മറുപടി ഈ പാഠഭാഗത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനോട് ഒപ്പം തന്നെ മരണത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സാഹചര്യങ്ങളെ ഏറ്റെടുക്കുന്നത് എന്ന് പറവാൻ ആഗ്രഹിക്കുന്നു. ഡേവിൻ്റെ നവവധു ജസ്നിയുടെ വാക്കുകൾ, മാതാവിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ, മറ്റ് ബന്ധുക്കളുടെ വാക്കുകളൊക്കെ വിശദമായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പാഠഭേദത്തിന് പരിമിതിയുണ്ടല്ലോ. അവർ പറഞ്ഞ പ്രസക്തമായ വാചകങ്ങൾ മാത്രം പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് പങ്കുവെക്കാം. ആ ഫ്യൂണറൽ വീഡിയോയിൽ ഒട്ടുമുക്കാലും ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നവർ ഇംഗ്ലീഷിൽ ആ വാചകങ്ങളൊന്ന് കേട്ടാൽ നല്ലതാണെന്ന് ഞാനൊന്ന് പിന്തുണയ്ക്കുകയാണ്. ചിലരെങ്കിലും ആ വീഡിയോ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ടെസ്റ്റ് മണി, സാക്ഷ്യം കേട്ടതുപോലെ ഉള്ള ഒരു ആത്മീയ അനുഭവമാണ് എനിക്കുണ്ടായത്. ആസാദിയുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ആസാദിയിലൂടെ, മേരി കഹാനിയിലൂടെ, ആസാദി ഇംഗ്ലീഷ് ചാനലിലൂടെ ആയിരക്കണക്കിന് ടെസ്റ്റ് മണികൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് മണികളും. കഴിഞ്ഞ ദിവസം ഡേവിൻ്റെ ഫ്യൂണറൽ സർവീസിൽ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അതുപോലോ അതിലൊക്കെ അപ്പുറമായ ഒരു സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷ കേൾക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ പിടിച്ച് ആ വാക്കുകൾ, ആ സാക്ഷ്യങ്ങൾ കുടുക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ കുലുക്കിക്കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ വീഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്തവണ്ണം എന്നെ ക്യാപ്ചർ ചെയ്തവിടെ നിർത്തി. അത്ര പവർഫുൾ ആയിരുന്നു അവരുടെ വാക്കുകൾ, അവരുടെ വിശ്വാസത്തിൻ്റെ ധൈര്യം. ഞാൻ ആദ്യമേ പറവാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവമക്കൾ ഇത്ര ശക്തമായി ധൈര്യത്തോടു കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എത്ര കരുത്താണ്, എത്ര ധൈര്യമാണ്, ഇവരെങ്ങനെയാണ് ഇത്ര വിശ്വാസ വീര്യത്തോടു കൂടെ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം പറയാം. നാം കാണുന്ന ആ പ്രിയ ദൈവമക്കളുടെ മനസ്സിൻ്റെ ധൈര്യമോ ശക്തിയോ ഒന്നുമല്ല കേട്ടോ. അതിലപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് സിറ്റുവേഷനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്, ഏറ്റെടുക്കുന്ന ഒരു അനുഭവമുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരറിയാതെ തന്നെ പരിശുദ്ധാത്മാവ് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരെ ധൈര്യവാന്മാരാക്കി മാറ്റുന്ന ഒരു അനുഭവമുണ്ട്. നാം കാണുന്നത് ആ മാതാപിതാക്കളുടെ മാനുഷികമായ കരുത്തോ ധൈര്യമോ അല്ല. അതിലൊക്കെ അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അസാധാരണമാകുന്ന ബോൾനെസ്സാണ്. പരിശുദ്ധാത്മാവ് റിയലാണ്. ഡേവിൻ്റെ പിതാവ് ബ്രദർ ഫിജി അത് പറയുന്നു. ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കുന്നത് താൻ തിരിച്ചറിഞ്ഞു. പിന്നെ താൻ പറയുന്ന വാക്കുകളും ഒന്നും തൻ്റേതായിരുന്നില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ വേദനകളെ, തൻ്റെ ഭാരങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അസാധാരണ നിയന്ത്രണം വെറും വാക്കുകൾ കൊണ്ടോ തോന്നലുകൾ കൊണ്ടോ അനുഭവിക്കുന്ന ഒരു സംഭവമല്ല. ഒരു ടാഞ്ചബിൾ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സാന്നിധ്യം അവരനുഭവിച്ചു എന്നാണ് അവർ പറവാനിടയായി തീർന്നത്. മരണം എവിടെയും സംഭവിക്കത്തില്ലേ? വിശ്വാസികൾക്ക് മാത്രമല്ലല്ലോ മരണം സംഭവിക്കുന്നത്. അവിശ്വാസികളുടെ വീടുകളിലും മരണം സംഭവിക്കാറില്ലേ? പക്ഷെ നമ്മൾ കാണേണ്ട ഒരു വ്യത്യാസം, പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള വേദനാകരമാകുന്ന അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അവരിൽ ചിലർ ദൈവത്തെ പഴിക്കും, അവരിൽ ചിലർ ദൈവത്തെ ചോദ്യം ചെയ്യും. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും പല സംഭവങ്ങളിൽ നമുക്കറിയാം, ഒരു വേള ദൈവത്തോടൊക്കെ പിണങ്ങി ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ദൈവം എന്നോട് ഇത് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ഓടി മാറുമ്പോൾ അവിടെയാണ് 25 വയസ്സുള്ളൊരു മകൻ വിവാഹ ദിവസം തന്നെ
നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ഭയങ്കര ആത്മാ സാന്നിധ്യത്തോടെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഉറപ്പോടുകൂടെ സംസാരിക്കുന്ന ചില ദൈവമക്കളെ നമ്മൾ കാണുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളവർക്കേ കഴിയുകയുള്ളൂ. പലരും ചോദിക്കാറില്ലേ, പ്രത്യേകിച്ച് ഈ നിരീശ്വരവാദികളൊക്കെ, ദൈവം എന്തിനാ ഈ കഷ്ടതയൊക്കെ തരുന്നത്? എന്താ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾ പറയുന്ന ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കാറില്ലേ? അവർ ശരിക്കും ഈ പറഞ്ഞ ഡേവിൻ്റെ മാതാപിതാക്കളുടെ ആ സാക്ഷ്യമൊന്ന് കേൾക്കണം. ഡേവിൻ്റെ അമ്മയും അപ്പനും ഒക്കെ സാക്ഷ്യം പറഞ്ഞപ്പോൾ സാധാരണ ഫ്യൂണറൽ സർവീസുകളിൽ നടക്കാത്ത ഒരനുഭവമാണ് ഞാൻ കണ്ടത്. നീണ്ട കരഘോഷത്തോടു കൂടിയാണ് അവരുടെ സാക്ഷ്യങ്ങൾ അവസാനിപ്പിച്ചത്. 127 സങ്കീർത്തനത്തിൽ നിന്ന് അമ്മ ചില വചനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. അതായത് ഡേവിഡിൻ്റെ വിവാഹ ദിവസം അമ്മ പറഞ്ഞ അതേ വചനങ്ങൾ പറഞ്ഞാൽ തുടങ്ങുന്നത്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ഉള്ള മക്കൾ, അവയെക്കൊണ്ട് തൻ്റെ ആവനാഴി നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന വചനം 127 സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എന്നിട്ട് ആ സഹോദരി പറയുന്നു, ഫേബ സിസ്റ്റർ പറയുന്നു, എനിക്ക് ആവനാഴിയിൽ 2 മക്കളേ ഉള്ളൂ, ആവനാഴി നിറച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താൻ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനമായിട്ട് താൻ പറയുന്ന ചില വാചകങ്ങൾ എന്താണെന്നറിയാമോ? അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മക്കളുള്ളവർ പട്ടണവാതുക്കൽ അവർ ലജ്ജിച്ചു പോകുകയില്ല. മാത്രമല്ല, ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്, എൻ്റെ പട്ടണവാതുക്കൽ എനിക്കെതിരെ വരുന്ന ശത്രു, മരണമാകുന്ന ശത്രു, നീ ജയിച്ചിട്ടില്ല, നീ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഡെത്ത്, എൻ്റെ ശത്രു എൻ്റെ പട്ടണവാതുക്കൽ വന്ന് എന്നെ ആക്രമിച്ചപ്പോൾ എൻ്റെ പട്ടണവാതിൽ വീണിട്ടില്ല, മരണം ജയിച്ചിട്ടില്ല, മരണം പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി തൻ്റെ ആ ചെറിയ അനുഭവങ്ങൾ, ഡേവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ കരഘോഷത്തോടുകൂടിയാണ് ആ ഫ്യൂണറലിന് വന്നിരിക്കുന്ന ആളുകൾ അതിനെ സ്വീകരിക്കുന്നത്. Supernatural. This is God. I want to end with the verse, Psalms 127. The second part of verse 5 says, "They shall not be ashamed, but they shall speak with the enemies in the gate." Today I stand and I can speak boldly to the enemies of Christ at the gate. Death has not won. My Christ has won. Thank you. എന്തൊരു നിശ്ചയദാർഢ്യം അല്ലേ? എനിക്ക് ചാർലി കിർക്കിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് ഓർമ്മ വന്നത്. ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നെന്നുള്ളത്. ഡേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് 2 വാചകങ്ങൾ കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അതെൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വചനമെടുത്തെന്ന് പറഞ്ഞില്ലേ, ഞാൻ ശനിയാഴ്ച രാവിലെ എടുത്ത വചനത്തിൽ 3 കാര്യങ്ങൾ ഞാൻ ഊന്നൽ കൊടുത്ത് പറഞ്ഞു. ആ 3 അനുഭവങ്ങളും ഈ ഫ്യൂണറൽ സർവീസിൽ പറഞ്ഞ സാക്ഷ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, ആ സാക്ഷ്യങ്ങളിൽ നിന്ന് ഡേവിനെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചോ എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഞാൻ ഉണർന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താ ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കാനുള്ളത്? ഞാൻ ഈ ഉണർന്ന് വരുമ്പോൾ തന്നെ, കടലെ കിടക്കുമ്പോൾ തന്നെ, കണ്ണൊക്കെ തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അപ്പയോട് ചോദിക്കും, അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് നിന്നെ കേൾക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്യം പറയും, ഒരു വാചകം പറയും, അതൊത്തിരി എന്നെ ശക്തീകരിക്കും. അപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞു, ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായി ജീവിക്കുവാൻ എൻ്റെ മക്കളോട് പറ. ഇൻറ്റിഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ അതിന് പറയുന്നത്? ഫെയ്ത്ത്ഫുൾനെസ് അല്ലേ? ജീവിതത്തിൽ നാം
ഏകാഗ്രചിത്തരായി ജീവിക്കണം. ജീവിതത്തിൽ നാം നിഷേധാഠ്യമുള്ളവരായി ജീവിക്കണം. കോംപ്രമൈസ് ചെയ്യാത്തവരായി ജീവിക്കണം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായി ജീവിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ ചർച്ചിൽ ആ സന്ദേശം പറയണം. ശനിയാഴ്ച രാവിലെ ഞാൻ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന് പറഞ്ഞു, ചെറുപ്പക്കാരെ, നിങ്ങൾ ജീവിതത്തിൽ ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായിരിക്കണം. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറുന്നവരാകരുത്, കോംപ്രമൈസ് ചെയ്യുന്നവരാകരുത്. ഇൻറ്റിഗ്രിറ്റിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ എഴുന്നേറ്റ് വന്നാൽ അവരെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു, ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായി ജീവിക്കുക. ഡേവിൻ്റെ ഫ്യൂണറൽ സർവീസിൽ ഞാൻ കേട്ടത്, എൻ്റെ അങ്കിളൊക്കെ വന്നിട്ട് പറയാണ്, ഈ മോൻ ഭയങ്കര ഇൻറ്റിഗ്രിറ്റിയുള്ള വ്യക്തിയായിരുന്നു. ഡേവിൻ്റെ അപ്പൻ പറയുകയാണ്, അവൻ സീറോ കോംപ്രമൈസ്, വചനത്തിൻ്റെ കാര്യത്തിൽ ഒരല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്തവനായിരുന്നു. ഇൻറ്റിഗ്രിറ്റി ഉള്ളവൻ, കോംപ്രമൈസ് ചെയ്യാത്തവൻ, അസാധാരണമാകുന്ന ഒരു ക്രിസ്തീയ സമർപ്പണമുള്ള ചെറുപ്പക്കാരൻ. ഞാൻ അന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞത് അതാ, ഇൻറ്റിഗ്രിറ്റിയുള്ള ചെറുപ്പക്കാർ, സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നവർ അല്ല, ഇൻറ്റിഗ്രിറ്റിയുള്ള ചെറുപ്പക്കാർ ഉണ്ടാകണം. ഇനിയും മറ്റ് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഡേവിനെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ നവും അതുവും ഒക്കെ പറഞ്ഞ ചില അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. എങ്കിൽ മാത്രമേ ആ ചെറുപ്പക്കാരൻ്റെ മരണം എത്ര വാല്യുബിളായിരുന്നു, മഹത്തരമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ മുമ്പിൽ ഇനിയും പറയുവാൻ പോകുന്ന ചില വസ്തുതകൾക്ക് പിൻബലം ലഭിക്കുകയുള്ളൂ. ഡേവിൻ്റെ വൈഫ് ജസ്നി പറയുകയാണ്, ഡേവ് അസാധാരണമാകുന്ന ക്രിസ്തീയ വിശ്വാസവും ഭക്തിയും ഉള്ളവനായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം അറിഞ്ഞ് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളായിരുന്നു. മാത്രമല്ല, ഈ വെഡ്ഡിങ്ങിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ ഡേവ് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. നിങ്ങളാ വീഡിയോ കാണണം കേട്ടോ. എല്ലാം എനിക്ക് പറയാനുള്ള സമയമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ജസ്നി പറയുകയാണ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡേവിൽ വലിയ മാറ്റങ്ങളാണ് കണ്ടത്. അതായത് ഇവരുടെ വിവാഹം, പ്രപ്പോസലൊക്കെ കഴിഞ്ഞ് അവരുടെ വിവാഹം കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമുള്ള കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡേവിൽ വലിയ വ്യത്യാസങ്ങൾ കാണുവാനിടയായി തീർന്നു. അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരു വർഷം മുമ്പ് വരെയൊക്കെ ഡേവ് സെക്കുലർ മ്യൂസിക്കൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് നിർത്തി. സെക്കുലർ മ്യൂസിക് കേൾക്കുന്നത് നിർത്തി. രണ്ടാമത്, രോഗശാന്തിയിലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് കൂടി. അദ്ദേഹം അത് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ദൈവിക സൗഖ്യത്തിന് വേണ്ടി കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുക എന്ന ചിന്ത ഈ ചെറുപ്പക്കാരനിലുണ്ടായി. മൂന്നാമത്, കർത്താവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുമെന്ന് ഈ ചെറുപ്പക്കാരൻ വിശ്വസിക്കാൻ തുടങ്ങി. മാത്രമല്ല, അവൻ ചിലപ്പോഴൊക്കെ പറയുമായിരുന്നു, ഒരുപക്ഷെ നമ്മുടെ വിവാഹ ദിവസം ആ തീയതി എത്തുന്നതിന് മുമ്പ് കർത്താവ് മടങ്ങി വരുവാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ഒരു വലിയ പ്രത്യാശ. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോലും ആ ചെറുപ്പക്കാരൻ മാറിയെന്നാണ് ജസ്നിയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടും കഴിഞ്ഞില്ല. അതിനു മുമ്പ് ദിവസത്തിൽ പ്രഭാതത്തിൽ മാത്രം വേദപുസ്തകം വായിക്കുന്ന ഡേവ് രാത്രിയിലും ആവർത്തിച്ച് വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് എത്ര ലേറ്റായിട്ട് തുടങ്ങിയാലും, എത്ര ക്ഷീണിതനാണെങ്കിലും രാവിലെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് വേദപുസ്തകം വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം. ജസ്നി പറയുന്നത് ഇങ്ങനെയാണ്, രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ജസ്നിയുടെ മൊബൈലിൽ വന്നാൽ ജസ്നി പെട്ടെന്ന് ആൻസർ കൊടുക്കത്തില്ല. കാരണം ജസ്നിക്കറിയാം അടുത്ത ചോദ്യം നീ വേദപുസ്തകം വായിച്ചോ എന്നാണെന്ന്. വായിച്ചില്ലെങ്കിൽ കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി ജസ്നി ചെയ്യുന്നത് ഓടിപ്പോയി വേദപുസ്തകം തുറന്ന് വായിച്ച ശേഷം മാത്രമേ ഡേവിൻ്റെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് മറുപടി കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു ആത്മീയ
അന്തരീക്ഷത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ജീവിച്ചത്, വളർന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അമ്മ പറയുകയാണ്, അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നത് 6-ാമത്തെ വയസ്സിൽ കുഞ്ഞു ഡേവിനെ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുവാൻ അമ്മയ്ക്ക് ഭാഗ്യം കിട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് വല്യപ്പച്ചൻ്റെ വീട്ടിൽ ഒന്ന് പോയതാണ്. അവിടെ ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ട്രാക്റ്റ് കണ്ടു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ട്രാക്റ്റ്. ഡേവ് അത് വായിച്ചോ ഇല്ലയോ എന്നൊന്നും അമ്മ ശ്രദ്ധിച്ചില്ല. പക്ഷേ അന്ന് വീട്ടിൽ തിരിച്ചു വന്ന ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയിട്ടും ഡേവ് അമ്മയെ ചുറ്റിപ്പറ്റി കിച്ചണിൽ നിൽക്കുകയാണ്. അമ്മ ചോദിച്ചു, എന്ത് പറ്റി, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പറഞ്ഞ്, ചെറിയ പ്രശ്നമുണ്ട്. ഞാനിന്നൊരു ട്രാക്റ്റ് വായിച്ചു, ഈ സ്വർഗവും നരകവും ഒക്കെ ശരിയാണോ? അമ്മയും മോനും അവിടെ കൗച്ചിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറേ സംസാരിച്ച ശേഷം അമ്മ പറയുകയാണ്, 6-ാമത്തെ വയസ്സിൽ എൻ്റെ മോനുമായി ചേർന്ന് രക്ഷാവാചകം ഏറ്റുപറഞ്ഞ് അവനെ രക്ഷകനെ പരിചയപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. 6-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ട കുഞ്ഞ്, ബൈബിൾ വചനങ്ങൾ മനഃപ്പാഠമാക്കുന്ന കുഞ്ഞ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഹോം സ്കൂളിംഗ് ആയിരുന്നു കേട്ടോ. ഹോം സ്കൂളിംഗ് മലയാളികളാകുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാകാം. ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ വിടാതെ വീട്ടിൽ തന്നെ സ്കൂള് എന്ന രീതിയിൽ മാതാപിതാക്കളോ മറ്റോ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. ഈ ഡേവിനെയുമൊക്കെ ഹോം സ്കൂളിംഗ് ആയിരുന്നു, വീട്ടിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയാണ് പഠിപ്പിച്ചത്. എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയാമോ? നമുക്കറിയാം, ഈ കാലത്ത് പുറത്തുള്ള സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടാൽ അവർ ലോകത്തിൻ്റെതാകുന്ന ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുമോ എന്നൊരു ഭയം മാതാപിതാക്കൾക്കുണ്ട്. സെക്കുലർ ആശയങ്ങൾ, ദൈവവചന വിരുദ്ധമായ ആശയങ്ങൾ പലയിടത്തും കുത്തിവെക്കുന്ന അനുഭവങ്ങളുള്ളത് കൊണ്ട് അപ്പനമ്മമാർക്ക് പേടിയാ കുഞ്ഞുങ്ങളെ പലപ്പോഴും സ്കൂളിലേക്ക് വിടാൻ. ലോകത്തിൻ്റെ മാലിന്യം അറിയാതെ കുഞ്ഞ് വളരണം എന്നുള്ള ആഗ്രഹത്തോടെ എത്ര വലിയ സാക്രിഫൈസാണ് അമ്മയും അപ്പനുമൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്തതെന്നറിയാമോ? ഹോം സ്കൂളിംഗ് അത് ഈസിയല്ല. ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കരിയറോ അമ്മയുടെ മറ്റു സമയങ്ങളോ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ മീറ്റിങ്ങിന് പറഞ്ഞ കാര്യമാണ്. യേശുവിൻ്റെ കാലത്ത് മറിയം ലോകരക്ഷിതാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ പെൺകുട്ടി എന്ന് പറയാം. എത്ര വയസ്സ് കാണും? ഒരു ട്രഡീഷനൊക്കെ പറയുന്നത് 16-17 വയസ്സൊക്കെ ഉള്ളെന്ന്. എന്താണെങ്കിലും യുവതി, ഒരു കൊച്ചു പെൺകുട്ടി, വിചിത്രമാകുന്നൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഉണർന്നത്. ആ സ്വപ്നത്തിൽ ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസമായി ആവർത്തിച്ച അതേ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് അസാധാരണമായ ഭക്തിയുള്ള വനിതകളെക്കുറിച്ച്. എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ആ ദേശത്ത് തലമുറയായി അസാധാരണ ഭക്തിയുള്ള വനിതകളുണ്ടായിരുന്നു. ആ വനിതകൾ അസാധാരണ ഭക്തിയാ, പൈറ്റി എന്ന് പറയാം, അസാധാരണ ഭക്തി. ആ വനിതകൾ ദേശത്തെ മാറ്റിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഫാസ്റ്റിംഗ് പ്രയറിന് പറഞ്ഞു, യൗവനക്കാരെ നിങ്ങൾ ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായിരിക്കണം. സഹോദരിമാരെ, നിങ്ങൾ അസാധാരണ ഭക്തിയുള്ളവരായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യമാണ്. പാലസ്തീനിൽ ഒത്തിരി പെൺകുട്ടികളുണ്ടായിരുന്നു, വനിതകളുണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം യേശുവിൻ്റെ അമ്മ മറിക്ക് കിട്ടാൻ കാരണം അവൾ അസാധാരണമാകുന്ന സമർപ്പണമുള്ള ഭക്തിയുള്ള ഒരു പെൺകുട്ടിയെന്ന് സ്വർഗത്തിന് ബോധ്യമായിട്ടാണ്. ലോകരക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ശ്രദ്ധിക്കണമേ പ്രിയുള്ളവരെ, അതിന് കൊടുക്കേണ്ട വില ഒത്തിരി വലുതാണ്. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞിനെ ദൈവം ഒരു വലിയ മിഷൻ്റെ ഭാഗമായിട്ട് അയച്ചിട്ടുള്ളതാണെങ്കിൽ ആ കുഞ്ഞിനെ ആ മിഷന് വേണ്ടി എക്യുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വലിയ സാക്രിഫൈസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും.
ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് അവരുടേതാകുന്ന കരിയറോ മറ്റോ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ വലിയ പ്രൊജക്റ്റ് പ്ലാനിനെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെയല്ലേ സത്യത്തിൽ ഡേവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഡേവിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ ഹോം സ്കൂളിംഗ് ചെയ്യുകയായിരുന്നു. കുറേ കഥകൾ ആ മാതാവും പറഞ്ഞു, പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. ഞാനോർത്ത്, കർത്താവേ, എവിടുന്നാ ഈ ബോൾനെസ് കിട്ടിയത്? മറ്റൊന്നുമല്ല കേട്ടോ, അവരൊത്തിരി അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ വിഷയങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ വ്യക്തി ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും എന്നുള്ളതിന് ഉദാഹരണമാണ് ആ രംഗം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. വലിയ ചലഞ്ചസ് വരുമ്പോൾ അസാധാരണമാകുന്ന ധൈര്യം. ആളുകൾ പറയുകയോ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഫിനിബാസിന് ഭയങ്കര ധൈര്യമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ധൈര്യമല്ല കേട്ടോ, എല്ലാവരെക്കാട്ടിലും ഭയമുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു തോന്നലല്ല, പരിശുദ്ധാത്മാവ് റിയലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയം ഏറ്റെടുത്ത് നമ്മളെ ബലപ്പെടുത്തി നിർത്തുമ്പോൾ നമ്മളെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കുക. നമ്മൾ നിൽക്കുന്നതല്ല, നമ്മുടെ ബലമല്ല. അത് അനുഭവിച്ചവർക്കെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഡേവിൻ്റെ പിതാവ് പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരിക്കൽ പോലും ഈ കുട്ടിയെ ശാസിക്കേണ്ടതായിട്ടോ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടോ വന്നിട്ടില്ല. കാരണം അത്ര അനുസരണമുള്ളവനായിരുന്നു അവൻ. അത്ര അനുസരണമുള്ള കുട്ടിയായിരുന്നു. മാത്രമല്ല, ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ജോസ് കാരക്കൽ എന്ന് പറയുന്ന പാസ്റ്ററെ കാണാൻ പോയി. അവരുടെ നാട്ടിലെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററാണ്. ഡേവും ഫിജി ബ്രദറും ജോസ് കാരക്കൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജോസ് കാരക്കൽ പാസ്റ്റർ ഡേവിനെ നോക്കി പറയാൻ തുടങ്ങി ഫിജി ബ്രദറിനോട്, അബ്രഹാമിൻ്റെ കയ്യിൽ ഇസ്ഹാക്കിനെ ഏൽപ്പിച്ചതുപോലെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കുട്ടിയാണിവൻ. അതും കഴിഞ്ഞ ദിവസം ഞാൻ ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞതാണ്. അതായത് യൗവനക്കാർ ഇൻറ്റിഗ്രിറ്റി ഉള്ളവരായിരിക്കണം, സഹോദരിമാർ അസാധാരണ ഭക്തിയുള്ളവരായിരിക്കണം, സഹോദരന്മാർ വേദപുസ്തകം പറയുന്നു അവർ വിശുദ്ധ കൈകളെ ഉയർത്തി അനുഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സഹോദരന്മാരുടെ ഒരു പ്രിവിലേജാണ് കേട്ടോ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുക. നമ്മുടെ ഇടയിലുള്ള അപ്പന്മാർ, സഹോദരന്മാർ, അവർക്കൊരു വിശ്വാസവും ബോധ്യവും വേണം. അവർക്ക് കരമുയർത്തി അനുഗ്രഹിക്കാനുള്ളൊരു അധികാരമുണ്ട്. ഈ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇങ്ങനെയുള്ള പിതാക്കന്മാർക്കൊരു ബോധ്യമുണ്ടായിരുന്നു അവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു അനുഗ്രഹമുണ്ടെന്നുള്ളത്. അവർക്ക് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമ ഭക്തന്മാരായ സഹോദരന്മാർക്ക് എത്രയധികമുണ്ട് ബ്ലസ് ചെയ്യാനുള്ള അധികാരം. പിതാക്കന്മാരെ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം, നിങ്ങളുടെ മേലൊരു അനുഗ്രഹമുണ്ട്, അത് പകരുന്നവരായിരിക്കണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയെ ദൈവം നിങ്ങളുടെ കയ്യിൽ എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇസ്ഹാക്കിനെ അബ്രഹാമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ, മറിയത്തിൻ്റെ കയ്യിൽ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചതുപോലെ. ഞാൻ ചുരുക്കത്തിൽ പറയാം, ജോസ് കാരക്കൽ പാസ്റ്ററും അത് തന്നെയാണ് ഫിജി ബ്രദറിനോട് പറഞ്ഞത്. ഈ കുട്ടിയെ ഇവൻ സ്പെഷ്യലാണ് കേട്ടോ, കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അസാധാരണ ബുദ്ധിവൈഭവമുള്ള കുട്ടിയാണ് അവൻ, വലിയ ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയാണ് എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ആളുകൾക്ക് മറുപടിയായിട്ട് ഫിജി ബ്രദർ പറഞ്ഞ ഒരു കാര്യം കൂടി പറയണം. ഫിജി ബ്രദർ പറയാണ്, കഴിഞ്ഞ ദിവസം അനേകം ടെസ്റ്റ് മണി പറഞ്ഞു ഇവൻ ഭയങ്കര ബുദ്ധിമാനായ കുട്ടിയായിരുന്നു. അദ്ദേഹം പറയുക, അതങ്ങനെയല്ല കേട്ടോ. 2 വയസ്സായപ്പോഴേക്കും അവൻ ഒത്തിരി വേദപുസ്തക വാക്യങ്ങൾ അവൻ പഠിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ വേദപുസ്തകത്തിലെ അധ്യായങ്ങൾ അവൻ പൂർണ്ണമായി ബൈഹാർട്ട് ചെയ്തു. സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ
ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാകുമെന്നുള്ളത് ആ സഹോദരൻ ആ സ്റ്റേജിൽ മാതാപിതാക്കളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകണമോ? അവർ ദൈവവചനം പഠിച്ചാൽ മതി. മാത്രമല്ല, ഒരു ഹോം സ്കൂളിംഗ് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അനേക ആളുകൾ അവരോട് ചോദിച്ചു, ഈ അമേരിക്കയിൽ വന്ന് ഹോം സ്കൂളിംഗ് ഒക്കെ ചെയ്താലേ കുഞ്ഞുങ്ങൾക്ക് സമൂഹവുമായിട്ടുള്ള ബന്ധമില്ലാതാകും, അല്ലെങ്കിൽ അമേരിക്കയിൽ വന്ന കുട്ടികൾ, ഇന്ത്യക്കാരായ കുട്ടികൾ, അവർക്ക് പ്രോപ്പർ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണശുദ്ധി ലഭിക്കുമോ? ഒരു ഇന്ത്യൻ അക്സൻ്റൊക്കെ കാണത്തില്ലേ? അതുകൊണ്ട് അബദ്ധമല്ലേ ഇങ്ങനെ കുട്ടികളെ ഹോം സ്കൂളിങ്ങിന് വേണ്ടി ഇരുത്തുന്നത് എന്നൊക്കെ ആളുകൾ ചോദിച്ചു. പക്ഷേ ആ പിതാവ് പറയുകയാണ്, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഡിഗ്രിക്ക് വേണ്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രൊഫസർ അവനോട് ചോദിച്ചു, നിന്നെ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ്, ഇന്ത്യക്കാരിയായ അമ്മ. ആ പ്രൊഫസർ അമ്മയ്ക്കൊരു ഇമെയിൽ അയക്കുന്നു, നിങ്ങൾ വളരെ എക്സലൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ ലിറ്ററേച്ചർ എല്ലാം ശുദ്ധമായ ഇംഗ്ലീഷ് നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് അപ്രീസിയേഷൻ നൽകണമെന്ന് പറഞ്ഞ് പ്രൊഫസർ ഒരു ഇമെയിൽ അയച്ചിരിക്കുകയാണ്. എന്താ ഈ കേൾക്കുന്നതെന്നൊക്കെ അറിയാമോ? ഭക്തിക്ക്, വിശ്വാസത്തിന് ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമാക്കി നിർത്തുവാനും കഴിയുമെന്നുള്ളതിന് സാക്ഷ്യപ്പെടുത്തലായിരുന്നു ആ ഫ്യൂണറൽ സർവീസിൽ പറഞ്ഞ വാചകങ്ങൾ ഒക്കെ. അവസാനമായി ഞാനൊരു കാര്യം കൂടെ പറയാം. വെഡ്ഡിങ് ഡേയിൽ, വിവാഹ ശുശ്രൂഷയുടെ ദിവസം പറഞ്ഞ ഒരു ആശംസാവാചകമാണ്. മോനോട് പറയുക, നിൻ്റെ വിശ്വാസം നീ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, ഇന്ന് ശരിക്കും ഞാൻ ആ വെഡ്ഡിങ് ഡേ പറഞ്ഞതുപോലെ തന്നെ അവൻ അടുത്ത തലമുറയ്ക്കായി തൻ്റെ ബാറ്റൺ കൈമാറിയിരിക്കുന്നു, തൻ്റെ വിശ്വാസം കൈമാറിയിരിക്കുന്നു. ഇവിടെയാണ് എനിക്ക് പറയാനുള്ള പ്രസക്തമാകുന്ന ചില സന്ദേശങ്ങളുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ ചാർലി കിർക്കിൻ്റെ മരണം പോലെ. ചാർലി കിർക്കിൻ്റെ മരണശേഷം ഞാൻ ചെയ്ത ഒരു പാഠഭേദത്തിൽ പറഞ്ഞു, ജീവനുണ്ടായിരുന്ന ചാർലിയെക്കാട്ടിലും ശക്തനായിത്തീർന്നു മരിച്ച ചാർലി കിർക്ക്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഈ വിധത്തിൽ അവൻ തൻ്റെ മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു മുൻ പറഞ്ഞു. ആരെക്കുറിച്ച്? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിൽ അപ്പോസ്തോലനാകുന്ന പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാനറിലുള്ള ഒരു മരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കുന്നത് പോലെയല്ല പീറ്ററെ, നിന്റെ മരണം വ്യത്യസ്തമാകുന്നൊരു മരണമാണ്. ആ മരണം കൊണ്ട് യു ആർ ഗോയിങ് ടു ഗ്ലോറിഫൈ ഗോഡ്സ് നെയിം. അത് അത്ഭുതമല്ലേ? മരണം കൊണ്ട് ഒരാൾക്ക് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളത് മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു, ദൈവനാമം മഹത്വപ്പെട്ടെന്ന്. പക്ഷെ മരണത്തിലൂടെയും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ പറ്റും. അതെങ്ങനെയുള്ള മരണമാണെന്നറിയാമോ? ചാർലി കിർക്ക് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ വ്യത്യസ്തമാകുന്ന മരണത്തിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടു. ചാർലി കിർക്കിൻ്റെ വൈഫ് വന്നിട്ട് പറഞ്ഞ വാക്കുകൾ ക്ഷമയുടെ പര്യായമായി മാറിയപ്പോൾ, ലോകം മുഴുവൻ സുവിശേഷം കേട്ടപ്പോൾ, ചാർലി കിർക്ക് ജീവിച്ചിരുന്ന സമയത്തേക്കാൾ അധികമായിട്ട് മരിച്ച സമയത്ത് ലോകം സുവിശേഷം കേട്ടു. ഇനി ചാർലി കിർക്കിനെ കുറിച്ച് മാത്രമല്ല, ബൈബിൾ ക്യാരക്ടറാണ് സാംസൺ. സാംസണെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു വാചകമാണ്, അവൻ്റെ ജീവനുള്ള കാലത്തിൽ അവൻ നശിപ്പിച്ച ശത്രുക്കളെക്കാൾ അധികമായി അവൻ്റെ മരണസമയത്ത് അവൻ തൻ്റെ ശത്രുക്കളെ തകർത്തു. അതിൻ്റെ ആത്മീയ അർത്ഥം ഒന്ന് എടുത്തേ. മരണസമയത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാൾ അധികമായി ഒരു വ്യക്തിയുടെ ലൈഫ്, ഒരു വ്യക്തിയുടെ ജീവിതം സുവിശേഷ രാജ്യത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്നെങ്കിൽ, ഇവിടെ എങ്ങനെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്? ഞാൻ 2 സിനാരിയോ പറയാം. ഒന്ന്, ഈ ഡേവിന് ഇങ്ങനെ ഒരു അപകടമൊന്നും ഉണ്ടാകുന്നില്ല. ഡേവ്, ജസ്നി സുഖമായി കുറേ നാളുകൾ ജീവിക്കും.
അവരെന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്യും. നല്ലൊരു പൈലറ്റായിരിക്കും. മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ ആയിട്ട് ഒരു ദിവസം മരിക്കും. അറ്റ്ലാന്റയിലെ ആ സെമിത്തേരിയിൽ അദ്ദേഹത്തിനൊരു അന്ത്യവിശ്രമം ലഭിക്കും. പക്ഷേ CNN അല്ല എങ്കിൽ ഇന്ത്യയിലെ ടൈംസ് നൗവോ, ഇന്ത്യയിലെ ഒട്ടുമുക്കാല പത്രങ്ങളും മാധ്യമങ്ങളും ഈ വാർത്ത പറഞ്ഞു കേട്ടോ. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ജസ്നിയുടെ ആ ഫ്യൂണറൽ സമയത്തെ വാക്കുകൾ പോലും ചില ഇൻ്റർനാഷണൽ മീഡിയകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജസ്നിയുടെ വാക്കുകൾ, അവരുടെ മാതാപിതാക്കളുടെ വാക്കുകൾ. ഇത് ആസാദി പോലൊരു ക്രിസ്ത്യൻ മലയാളം ചാനലിൽ ഇന്നിപ്പോൾ പറയുന്നെങ്കിൽ ഈ ചാനലിൽ മാത്രമല്ല, ഇൻ്റർനാഷണൽ മീഡിയയിലൂടെ ഇതിങ്ങനെ പറന്നു നടക്കുകയാണ്. 25 വയസ്സുള്ള ഡേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ മരണത്തിലൂടെ, ആ മരണം പീറ്ററിനോട് യേശു പറഞ്ഞതുപോലെ ദാറ്റ് വാസ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ വിശ്വാസ പ്രഖ്യാപനം കണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന ചോദ്യം, മരണമേ നീ തോറ്റുവെന്ന് മരണത്തിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച ആ മാതാവിൻ്റെ വിശ്വാസം ലോകം ചർച്ച ചെയ്യുകയില്ലേ? ഇവിടെയാണ് സുവിശേഷ രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്ന രണ്ടാമത്തെ സിനാരിയോ. ഒന്നാമത്തേതല്ല സംഭവിച്ചത്, രണ്ടാമത്തേതാണ് സംഭവിച്ചത്. ഇവിടെ മരിക്കുമ്പോൾ ദൈവത്തെ പരിഹസിച്ച്, ദൈവത്തോട് ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ദൂരെ ഓടിപ്പോകുന്നവരുണ്ട്. കേഴ്സ് ചെയ്തുകൊണ്ട് മരിച്ചവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കേഴ്സ് ചെയ്തുകൊണ്ട്, ദൈവത്തെ കേഴ്സ് ചെയ്തുകൊണ്ട് മരിച്ചവരെ കുറിച്ച്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവനാമത്തെ പിന്നെയും ഉയർത്തുന്ന, ദൈവം മഹത്വം വെളിപ്പെടുന്ന ചില അനുഭവങ്ങളാണ്. അത് വളരെ വ്യത്യസ്തമാകുന്ന, ഉദാത്തമാകുന്ന വിറ്റ്നസിങ് എക്സ്പീരിയൻസ് ആണ്, സാക്ഷ്യപ്പെടുത്തലുകളാണ്. ഇനി ഞാൻ ശനിയാഴ്ച പറഞ്ഞ വചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ പറയാം. അപ്പോസ്തലനായ പൗലോസിനോട് ഒരു ദിവസം ദൈവം പറഞ്ഞു, നീ ജെറുസലേമിൽ എൻ്റെ സാക്ഷിയായതുപോലെ റോമിലും എൻ്റെ സാക്ഷിയാകും. നീ ഭയപ്പെടേണ്ട പൗലോസേ. അതായത് കപ്പൽ വലിയ പ്രതിസന്ധിയിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പൗലോസിനോട് പറയുകയാണ്, നീ ജെറുസലേമിൽ എങ്ങനെ വിറ്റ്നസ് ആയി തീർന്നത്, അതുപോലെ തന്നെ റോമിലും വിറ്റ്നസ് ആകും. കൈസറുടെ മുമ്പിൽ നീ നിൽക്കും. കൈസറുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ പദവിയാണ് കേട്ടോ, രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നത്. പക്ഷെ ജെറുസലേമിൽ നിന്നതുപോലെ എന്ന് പറയുമ്പോൾ ആ അനുഭവം നിങ്ങളൊന്ന് ഓർക്കണം. എന്താ അനുഭവം? ജെറുസലേമിൽ സുഖകരമായിരുന്നോ? യെരുശലേം ദേവാലയത്തിൽ വെച്ച് ആളുകളെല്ലാം കൂടി പിടിച്ച് ഇഷ്ടം പോലെ അടിയും കിട്ടി. പിന്നെ ഈ മിലിറ്ററി വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൗലോസിനെ റാഞ്ചിയെടുത്ത് രക്ഷിച്ചു കൊണ്ടുപോയി, അല്ലേ? ഇഷ്ടം പോലെ അടിയും ഇടിയും കിട്ടിയുള്ള വിറ്റ്നസിങ് ആണ്. ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, ഇത് രണ്ടും വിറ്റ്നസിങ്ങാണ് കേട്ടോ. ഒരിടത്ത് വലിയ സൗഖ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ മറ്റൊരിടത്ത് മരണം എൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്ന് വെല്ലുവിളിച്ചിട്ടും, എടാ മരണമേ നീ തോറ്റെന്ന് പറയാൻ പറ്റുന്ന, നീ ജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന, പണ്ട് രാഷ്ട്രീയക്കാർ വിളിക്കുന്ന മുദ്രാവാക്യമായിരുന്നു, മരണത്തിൻ്റെ മുഖത്ത് ചവിട്ടിയ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ ധീരന്മാരുടെ പ്രസ്ഥാനം. സത്യം പറഞ്ഞാൽ ആ മുദ്രാവാക്യം വിളിച്ചവർക്കൊന്നും ഹൃദയത്തിൽ നിന്നത് പറയുവാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഫേബ സിസ്റ്റർ പറയുക, എടാ മരണമേ, ഞാൻ എൻ്റെ ആവനാഴി നിറച്ചിരുന്നത് വീരന്മാരായ അസ്ത്രങ്ങളെ കൊണ്ടാണ്. അങ്ങനെയുള്ള മക്കൾ ഉള്ളവർക്ക് പട്ടണവാതുക്കൽ ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് എൻ്റെ ഗേറ്റിൽ എത്തിയ ശത്രുവിനെ നോക്കി ഞാൻ പറയുക, ഹേ മരണമേ നീ ജയിച്ചിട്ടില്ല, നീ തോറ്റു എന്ന് പറയത്തക്കവണ്ണം മരണത്തിൻ്റെ മുഖത്ത് ചവിട്ടുവാനുള്ള ബോൾനെസ്, ആ ധൈര്യം ആർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? അങ്ങനെ വിറ്റ്നസ് ചെയ്യുന്നവർക്കേ കിട്ടത്തുള്ളൂ. സാത്താൻ തോറ്റു, മരണം
തലകുനിച്ചു. മരണം ആഗ്രഹിച്ചത്, സാത്താൻ ആഗ്രഹിച്ചത് അല്ല സംഭവിക്കുന്നത്. മറിച്ച് ആ പ്രതിസന്ധിയുടെ നടുക്കും അവർ പറയുക, ഈ യേശു അവൻ ഞങ്ങൾക്ക് നല്ലവനാ. അവർ പറയുക, ഈ യേശു അവൻ ഞങ്ങൾക്ക് നല്ലവനാ. എൻ്റെ മകൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു ജീവിത സന്ദേശം മാറ്റി വെച്ചിട്ടാണ്, എൻ്റെ മകൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു ജീവിത സന്ദേശം മാറ്റി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാർലി കിർക്കിനെ പോലെ ഡേവിൻ്റെ മരണശേഷം അനേക ചെറുപ്പക്കാർ ഡേവിൻ്റെ ലൈഫ് പഠിക്കട്ടെ, ഇൻസ്പയർഡ് ആകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആ ഇംഗ്ലീഷ് വീഡിയോകൾ അത് പ്രചരിക്കണം. അതിൻ്റെ ചെറിയ ക്ലിപ്പുകളാക്കി നിങ്ങൾ ചെറുപ്പക്കാർക്ക് കൊടുക്കണം, അവർ കേൾക്കട്ടെ. അമേരിക്കയിൽ ജീവിച്ചിരുന്ന 25 വയസ്സുള്ള ഒരു പൈലറ്റ് ചെറുപ്പക്കാരൻ, അവൻ യേശുവിനെ എങ്ങനെ സ്നേഹിച്ചെന്നും ജീവിച്ചെന്നും മനസ്സിലാക്കട്ടെ. ഇവിടെയാണ് പ്രസക്തമായ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ പറയാം പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും ഫിജു ബ്രദറും ഫേബർ സിസ്റ്ററും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കേട്ടാൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? അബ്രഹാമിൻ്റെ കയ്യിൽ ഇസഹാക്കിനെ ഏൽപ്പിച്ചതുപോലെ, മറിയത്തിൻ്റെ കയ്യിൽ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചതുപോലെ. ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ചെയ്ത പ്രസംഗമാണ് കേട്ടോ. സാറ്റർഡേ ഇന്ത്യൻ ടൈമിൽ രാവിലെ, നിങ്ങളുടെ വെള്ളിയാഴ്ച വൈകിട്ട്. നിങ്ങൾ സാറ്റർഡേയിലാണ് നിങ്ങളുടെ വാക്കുകൾ പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചർച്ചിൽ ചെയ്ത പ്രസംഗമാണ്. നിങ്ങൾക്കറിയാമോ, മറിയത്തിൻ്റെ കയ്യിൽ യേശു കർത്താവിനെ ഏൽപ്പിക്കുന്നു. ശരിക്കും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വന്ന ദൈവകുഞ്ഞാടായി ബലിയർപ്പണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മകനെയാണ് മറിയം വളർത്തിക്കൊണ്ടുവന്നത്. അതെല്ലാവർക്കും പറ്റുകയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ സ്റ്റേജിൽ പറയുന്ന വാചകങ്ങൾ, ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല ദൈവം ഇത് ഞങ്ങളോട് ചെയ്യുമെന്ന്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്ത് ഫലമുണ്ടായി എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ മരണത്തിൻ്റെ മുഖത്ത് ചവിട്ടിക്കൊണ്ട്, ഹേ മരണമേ നീ തോറ്റെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്, നിങ്ങൾക്കതിന് വിശ്വാസമുണ്ടെന്ന് ദൈവത്തിന് 101% ഉറപ്പുള്ളത് കൊണ്ട് ദൈവം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തതാണ്. സൗഖ്യം കിട്ടിയില്ലെങ്കിലും, അത്ഭുതം നടന്നില്ലെങ്കിലും, എനിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന്, ഈ നൂറ്റാണ്ടിലുണ്ടെന്ന് ലോകം കാണാൻ വേണ്ടി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജാണത്. മരണം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് 25-ാം വയസ്സിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ സങ്കടം. ദൈവസന്നിധിയിൽ ദേവ് സുരക്ഷിതനാണ്. ദൈവസന്നിധിയിൽ നാം ഒരിക്കലെത്തുമ്പോൾ നമ്മളെല്ലാം അവനെ കാണും. ഇന്നുവരെ ഞാൻ ആ മകനെ കണ്ടിട്ടില്ല, എനിക്കൊരു പരിചയവുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആ ഫ്യൂണറൽ വീഡിയോ കണ്ട ശേഷം ഞാൻ 2 വാക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം എനിക്കറിയാം നിത്യതയിൽ വെച്ച് ഒരിക്കൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടും. അന്ന് നമുക്ക് മനസ്സിലാകും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. മറിച്ച് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് വളരെ ഫലം കായ്ച്ചതുപോലെ ഡേവിൻ്റെ മരണത്തിലൂടെ ഒരു തലമുറ ഇൻസ്പയർഡായവരെയും നമ്മളവിടെ കാണും. ഇതൊക്കെയാണ് അതിൻ്റെ കാരണമെന്ന്, ഇതൊക്കെയാണ് ഈ മാനറിലുള്ള മരണത്തിന് കാരണമെന്ന്. സാധാരണ മരണമല്ല കേട്ടോ. പീറ്ററിനോട് പറയാം, പീറ്ററെ നിനക്കിഷ്ടമില്ലാത്ത മരണമാ. ഇൻ ദിസ് മാനർ യു ആർ ഗോയിങ് ടു ഡൈ. ഈ രീതിയിൽ നീ മരിക്കാൻ പോകുക. ആൻഡ് ത്രൂ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗ്ലോറിഫൈ ഗോഡ്സ് നെയിം. ആ മരണത്തിലൂടെ നീ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ പോകുക. ഇത് നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമാകട്ടോ. ദൈവത്തിൻ്റെ ജ്ഞാനം അത് അപ്രമേയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. നീണ്ടുപോയെങ്കിൽ ദയവായി ക്ഷമിക്കുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.